നിനക്ക് ഈ കാശ് തരാൻ പറ്റില്ല, ഇപ്പം നിനക്ക് ഈ കാശ് തരാൻ പറ്റില്ല. അറബിയിൽ എങ്ങനെയാണ് പറയുക? വളരെ സൂപ്പറായി നമുക്ക് സംസാരിക്കാം. അനമാ അഗ്ദർ ആത്തിക് ഫുലൂസ് അൽഹീൻ, അനമാ അഗ്ദർ ആത്തിക് ഫുലൂസ് അൽഹീൻ. ഇത് രണ്ട് രീതി പറയാം. ഒന്ന് ആത്തീഖ്, ആത്ത എന്ന് പറഞ്ഞാൽ അറബിയിൽ കൊടുക്കുക എന്നതാണ്. നൽകുക, കൊടുക്കുക രണ്ടും ആത്താന്ന് തന്നെയാണ് പറയുക, ആത്തീഖ്. അപ്പം മാ അഗ്ദർ, മാ അഗ്ദുർ എന്നാണ് യഥാർത്ഥം. പക്ഷെ ജനങ്ങൾ പറഞ്ഞ് അഗ്ദർ എന്ന് പറയും. അനമാ അഗ്ദർ ആത്തീഖ് ഫുലൂസ് അൽഹീൻ. ഓക്കെ, അപ്പം രണ്ട് രീതി ഏതാണ്? ആത്തീഖ് എന്നും പറയാം, ആത്തീഖ് എന്നും പറയാം. റബ്ബന ആത്തിന ഫിദ്ദുനിയ, അങ്ങനല്ലേ? ദുനിയാവിൽ, അതായത് ഭൗതിക ലോകത്ത് നന്മ കിട്ടുന്ന ആത്തിന. ഇന്ന ആത്തൈനാക്ക, രണ്ടും എന്താക്കും? ആത്ത എന്നതും ആറ്റ എന്നതും അറബിയിൽ കൊടുക്കുക, നൽകുക എന്നർത്ഥത്തിന്. ഓക്കെ, അനമാഗ്ദർ ആത്തിഖ് അൽഹീൻ. ഓക്കെ, അപ്പോൾ അതൊന്ന്. ഇവിടെ മാഗ്ദർ എന്നതെയാണ് ഞാൻ എന്തൊന്ന് ശ്രദ്ധിച്ച് പറയാൻ ഉദ്ദേശിച്ചത്. എനിക്കങ്ങോട്ട് വരാൻ പറ്റൂല. അനമാഗ്ദർ അജീഖ്, ഇപ്പോൾ അൽഹീൻ. അനമാഗ്ദർ അജീഖ് അൽഹീൻ, ഇപ്പം അങ്ങോട്ട് വരാൻ പറ്റൂല. എനിക്ക് നിന്നോടത് പറയാൻ പറ്റൂല. അനമാഗ്ദർ കല്ലിമക അൽഹീൻ, അനമാഗ്ദർ അഹ്കീലക്, അനമാഗ്ദർ അഹ്കീലക്. ഇതൊക്കെ പറയുക എന്നതിന് 3-4 വാക്കുണ്ട്. അനമാഗ്ദർ ഖബ്റക ഹാദാ അൽഹീൻ, ഇപ്പം ഞാൻ ആ കാര്യം നിന്നോട് പറയാൻ പറ്റില്ല. അനമാഗ്ദർ ഖബ്റക ഹാദാ അൽഹീൻ. ഓക്കെ, അപ്പം ഇവിടെയൊക്കെ മാഗ്ദർ എന്നാൽ പറ്റില്ല എന്നാണ് പലപ്പോഴും നമ്മൾ പഠിച്ചതാണെങ്കിലും ഇതിൽ ഈ സെൻറ്റൻസിനെ നമുക്കെപ്പോഴും പറയേണ്ടതാണ്. ഒന്നാമത്തെ സെൻറ്റൻസ് എന്താണ്? നിനക്ക് ഈ കാശ് തരാൻ ഇപ്പോൾ പറ്റില്ല. പറയാൻ ഞാൻ അനമാ അഗ്ദർ ആത്തീഖൽ ഫുലൂസ് അൽഹീൻ. 2, ഇപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റില്ല. അനമാ അഗ്ദർ അജീഖ് അൽഹീൻ. 3, ഇപ്പോൾ നിന്നോടത് പറയാൻ പറ്റില്ല. അനമാ അഗ്ദർ ഖബ്റക അൻഹാദ, അൻഹാദ എബൌട്ട്, അതിനെക്കുറിച്ച് എന്ന് പറയാം. അപ്പം മാ അഗ്ദർ ഖബ്റക എന്നും മാ അഗ്ദർ അഹ്കീലക എന്നും പറയാം. അതുപോലെ മാ അഗ്ദർ കല്ലിമക എന്നും പറയാം. മാ അഗ്ദർ അഗുല്ലക എന്നും പറയാം. കുറേ വാക്ക് ഒരു പറയുക എന്നതിന് അവരുടെ സംസാരത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനിയും അറബി ഭാഷ അറബികളെ പോലെ പഠിക്കണോ? നിങ്ങൾ അറബിക് യൂണിയുടെ കോഴ്സിൽ ചേരുക. എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. ശുക്രൻ ലക്കും, മഅസ്സലാമ.